അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, വിശുദ്ധ ഖുർആൻ ശ്രവണ മധുരമായ പാരായണം ആരും ശ്രദ്ധിച്ച് നിന്നുപോകും. അത് നിസ്കാരത്തിൽ കൂടിയാകുമ്പോൾ വളരെ കൂടുതൽ മഅ്മൂമീങ്ങളെ അത് ഹഠാത് ആകർഷിക്കാൻ കാരണമായി തീരുകയും ചെയ്യും. എന്നാൽ മഅ്മൂമീങ്ങളുടെ ഫാത്തിഹ ഓതുന്നത് തെറ്റുന്ന രീതിയിൽ ആകുമ്പോൾ അത് ഗുണത്തിലേറെ ദോഷമാവുകയും ചെയ്യും. എന്തായാലും ശരി, നല്ല ഖിറാഅത്തിന്റെ നിയമം പാലിച്ചുകൊണ്ട് ശബ്ദമാധുര്യത്തോടു കൂടി ഓതുന്നത് ആർക്കും ആസ്വാദനം നൽകുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ജമാഅത്തിൽ ഇത് നിർവഹിക്കുമ്പോൾ നാം ഏതെങ്കിലും വലിയ സൂറത്തിന്റെ അല്പഭാഗം പാരായണം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് പൂർണ്ണമായ ഒരു സൂറത്ത് പാരായണം ചെയ്യലാണ്. അഥവാ വലിയ ഒരു സൂറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയ ഇത്തിബാ ഉള്ളത് എങ്കിൽ അത് തന്നെ ഓതലാണ് അവിടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്നാൽ വലിയ സൂറത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ ഓതുന്നുണ്ടെങ്കിലും ശരി, അക്ഷരത്തിന്റെ വർധനവിനല്ല, ഇത്തിബാഇനാണ് അവിടെ ശ്രേഷ്ഠതയുള്ളത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഗമിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന ആരാധനയാണ്. ഉദാഹരണമായി, ബലിപെരുന്നാൾ ദിവസം ഹാജ് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കാത്ത അന്നത്തെ ളുഹർ മിനായിൽ വെച്ച് നിർവഹിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇഫാദത്തിന്റെ തവാഫിന് വേണ്ടി മസ്ജിദുൽ ഹറാമിൽ വന്നവന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. അവിടെയുള്ള അനുഗമത്തിനാണ് മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിസ്കരിക്കുന്ന 1,00,000 റക്അത്തിനേക്കാൾ പ്രതിഫലമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായിട്ട് തുഹ്ഫ 2-ാം വാള്യത്തിലൊക്കെ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ സൂറത്തിന്റെ അല്പഭാഗം പോകുന്നതിനേക്കാളും നല്ലത് പൂർണ്ണമായ ഒരു സൂറത്ത്, അത് തന്നെ വാരിദായ സൂറത്താണെങ്കിൽ വളരെ കൂടുതൽ പ്രതിഫലാർഹമാണ് എന്നുകൂടി നാം ശ്രദ്ധിക്കുക.